ഹായ് വെൽക്കം. ഇത് നമ്മുടെ ട്യൂസ്ഡേയുടെ Q&A സെക്ഷനാണ്. ഇന്ന് നമ്മൾക്ക് Q&Aയിൽ പ്രധാനമായിട്ട് സംസാരിക്കാൻ വന്ന 3 ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്നത് വിറ്റാമിൻ സിയുടെ കൂടെ അത് യൂസ് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ കൂടെ അത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ, ആ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പല സ്കിൻ ഫാർമസി പ്രൊഡക്റ്റ് ഉണ്ട്. ഈ ഫാർമസി പ്രൊഡക്ട്സ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഈ സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എങ്ങനെ വാങ്ങിക്കണം എന്നുള്ളതിനെ പറ്റി, നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ, അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതിനെ പറ്റിയിട്ടാണ് മൂന്നാമത് നമ്മൾ സംസാരിക്കുന്നത്. വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ എൻ്റെ പേര് ലക്ഷ്മി കൃഷ്ണ, സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ എന്തൂസിയാസ്റ്റ് ആണ്. സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ റിലേറ്റ് ചെയ്ത് സയൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാനൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് ഇന്നത്തെ Q&Aയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് വിറ്റാമിൻ സി, റെറ്റിനോൾ, സാലിസിലിക് ആസിഡ് അല്ലെങ്കിൽ ലാക്റ്റിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ് ഇങ്ങനെ കുറേ സാധനങ്ങൾ നമ്മൾ ഒരുമിച്ച് യൂസ് ചെയ്തുകൂടാ എന്ന് പറയുന്നത്? ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ആക്റ്റീവ്സ് ആണ് നമ്മുടെ സ്കിൻ കെയറിലുള്ള. അപ്പോൾ ഈ സ്ട്രോങ് ആക്റ്റീവ്സ് നമ്മുടെ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം യൂസ് ചെയ്യേണ്ടത്. ഈ തമ്മിലുള്ള ഈ സാധനങ്ങളൊന്നും ഇൻകോമ്പാറ്റബിൾ ആയതുകൊണ്ടല്ല ഒരുമിച്ച് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പല ബോട്ടിൽ എടുത്ത് പല ബ്രാൻഡുകളും ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഫോർമുലേഷൻ കൊണ്ടും തരുന്നുണ്ട്. സോ അത് തിങ് അത് ഇൻകോമ്പാറ്റബിൾ ആയതുകൊണ്ടല്ല നമ്മുടെ സ്കിൻ അത് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇത് ഒരുമിച്ച് യൂസ് ചെയ്യരുത് പറയുന്നത്. സോ ഫസ്റ്റ് ആൻസർ അതാണ്. ഇത് തമ്മിൽ പ്രശ്നം ഉള്ളതുകൊണ്ടല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ AHAs-ഉം BHAs-ഉം സെപ്പറേറ്റ് ആയിട്ട് ഒരുമിച്ച് യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്? AHA എന്ന് പറഞ്ഞാൽ ആൽഫ ഹൈഡ്രോക്സി ആസിഡ്, അതായത് ലാക്റ്റിക് ആസിഡ്, മെന്റിലിക് ആസിഡ്, ഗ്ലൈക്കോളിക് ആസിഡ്. BHA എന്ന് വെച്ചാൽ സാലിസിലിക് ആസിഡ്. ഈ AHA നമ്മുടെ സർഫസ് ലെവൽ എക്സ്ഫോളിയേഷൻ ആണ് നടത്തുന്നത്, അതായത് സർഫസിലുള്ള ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. സാലിസിലിക് ആസിഡ് BHA എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പോസിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതായത് പോസിനകത്തുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ പോസിനെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും ഡെഡ് സ്കിന്നൊക്കെ അല്ലെ, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സിനെയൊക്കെ എടുത്ത് കളയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ രണ്ട് എക്സ്ഫോളിയേഷൻ ഒരുമിച്ച് ഒരേ സമയം നമ്മുടെ സ്കിന്നിൽ നടക്കും. നമ്മുടെ സ്കിന്നിന് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഡ്രൈനെസ് ഉണ്ടാവും, സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവും, റെഡ്നെസ് ഉണ്ടാവും, ഓവർ ടൈറ്റ്നെസ് ഉണ്ടാവും, ഇങ്ങനത്തെ പല ഇഷ്യൂസും വരും. പിന്നെ കുറച്ച് നമുക്ക് സ്കിന്നിന് സെൻസിറ്റിവിറ്റിയും വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ AHAs-ഉം BHAs-ഉം ഒരുമിച്ച് യൂസ് ചെയ്തതെന്ന് പറയുന്നത്. ഇനി റെറ്റിനോളും AHAs-ഉം BHAs-ലോട്ടും വരുമ്പോഴത്തേക്ക് റെറ്റിനോളിന് നമുക്ക് സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് കൂട്ടാൻ ചാൻസ് ഉണ്ട്, ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ സെല്ലിന്റെ ടേൺ ഓവർ റേറ്റ് കൂട്ടുമ്പോഴത്തേക്ക് ഡെഡ് സ്കിൻ പെട്ടെന്ന് പുറത്തു പോകും. സാലിസിലിക് ആസിഡ് AHA എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ പുറത്തുള്ള ഡെഡ് സ്കിന്നെ റിമൂവ് ചെയ്യാനായിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോഴും എക്സ്ഫോളിയേഷൻ ആണ് നടക്കുന്നത്, പോസിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. റെറ്റിനോളിനും ഈ പോസിന് ക്ലെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ രണ്ട് ആക്ടിവിറ്റീസ് ഒരുമിച്ച് നമ്മുടെ സ്കിന്നിൽ നടക്കും. ഇത് കാരണം സ്കിന്നിന് പില്ലിങ് നടക്കും, അതായത് പൊരിഞ്ഞ് ഇളക്കാൻ തുടങ്ങും. ഡ്രൈനെസ്സും ഫ്ലേക്കിനെസ്സും ഇങ്ങനത്തെ പല ഇഷ്യൂസും നമ്മുടെ സ്കിന്നിന് വരും. ഓവർ ദി ടൈമിൽ സെൻസിറ്റീവ് ആവാനും ചാൻസ് കൂടുതലാണ്. സോ അതുകൊണ്ടാണ് ഇത് രണ്ട് യൂസ് ചെയ്യുന്നത് പറയുന്നത്. ഇനി വിറ്റാമിൻ സിയിലോട്ട് വരുമ്പോഴത്തേക്ക് വിറ്റാമിൻ സി മെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന L-ascorbic ആസിഡ് എന്ന് പറയുന്നത് ഒരു ആസിഡാണ്. ഇത് അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ്. അതുപോലെയാണ് റെറ്റിനോൾസ്. ഈ രണ്ട് സ്ട്രോങ് ആസിഡ്സ് നമ്മുടെ സ്കിന്നിന് ഒരേ ടൈം ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വിറ്റാമിൻ സി പകൽ യൂസ് ചെയ്യണമെന്നും റെറ്റിനോൾസ് നൈറ്റ് യൂസ് ചെയ്യണമെന്നും പറയുന്നത്. ഇനി ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യാൻ ഇഷ്യൂ ഉണ്ടോ? ഇല്ല. ഇത് രണ്ടും ഒരുമിച്ചുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ സ്കിന്നിൽ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത കാരണം, ഈ സ്കിൻ ബാരിയർ ഓവർ വർക്ക് ചെയ്യുന്ന കാരണം, സ്കിൻ ബാരിയർ ഡാമേജ് ഉണ്ടാവുന്നതുകൊണ്ടാണ് നമ്മൾ ഇത് മാറ്റണം എന്ന് പറയുന്നത്. pH കുറയുന്നത് മാത്രമല്ല, pH ഓവർ ദി ടൈം, ലൈക്ക് കുറച്ച് നേരത്തേക്ക് കുറഞ്ഞിട്ട് പിന്നെ നോർമൽ pH-ലോട്ടൊക്കെ അത് വരും. ഓവർ യൂസ് ആകുമ്പോൾ നമ്മുടെ സ്കിന്നിന്റെ pH മാറുകയും ഡ്രൈനെസ് വരികയും ചെയ്യും. pH കുറയുന്ന അല്ല മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത്. കാരണം ആസിഡ് യൂസിന് pH കുറയുന്ന അല്ല മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ സ്കിന്നിൽ ഉണ്ടാകുന്ന മറ്റുള്ള പ്രശ്നമാണ്. pH കുറയുമ്പോഴത്തേക്ക് ഡ്രൈനെസ് വന്ന് അവിടെ നിൽക്കും. പക്ഷെ അതല്ലാണ്ട് സ്കിൻ ബാരിയർ കംപ്ലീറ്റ്ലി ഡാമേജ് ആവുന്നതാണ് മെയിൻ ഇഷ്യൂ ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് വരുമ്പോഴത്തേക്ക് ഇപ്പം വിറ്റാമിൻ സിയും എന്താ പറയുക, നമ്മളെ ലാക്റ്റിക് ആസിഡ്, AHAs-ഉം BHAs-ഉം. ഈ വിറ്റാമിൻ സി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ L-ascorbic ആസിഡ് ആണ്. ഡെഫിനറ്റ്ലി L-ascorbic ആസിഡും സാലിസിലിക് ആസിഡും ഒരുമിക്കുമ്പോഴത്തേക്ക് ഇത് ന്യൂട്രലൈസ് ഒന്നും ചെയ്യാൻ പോണില്ല നമ്മൾ L-ascorbic ആസിഡിനെ. പക്ഷേ സ്റ്റിൽ സാലിസിലിക് ആസിഡ് വർക്ക് ചെയ്യും. L-ascorbic ആസിഡ് അഥവാ വിറ്റാമിൻ സി എന്ന് പറയുന്ന സാധനം ചില സമയത്ത് ഡിനാച്ചുറൽ ആയിട്ട് പോകാനുള്ള ചാൻസ് ഫോർമുലേഷൻ വെച്ചിട്ടുണ്ട്. അതൊന്ന്. രണ്ട്, ഇതൊരു സ്ട്രോങ് ആസിഡ് ആയതുകൊണ്ട് സ്കിൻ ചിലപ്പോൾ ഇറിറ്റേഷനും സ്റ്റിങ്ങിനെസ്സും ഒക്കെ വരാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല എന്ന് പറയുന്നത്. സോ അതുകൊണ്ടാണ് ഇത്രയും പ്രൊഡക്റ്റുകൾ ഒരുമിച്ച് യൂസ് ചെയ്യുന്നത് പറയുന്നത്. ഇനി ഇത് ഫേസ് വാഷിന്റെ ഫോമിൽ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള സാധനം യൂസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബിഗിനേഴ്സ് ആണെങ്കിൽ മാത്രം ഫേസ് വാഷിന്റെ ഫോമിൽ യൂസ് ചെയ്യേണ്ട. അല്ലാത്ത ആൾക്കാർക്ക് ഫേസ് വാഷിന്റെ ഫോമിൽ യൂസ് ചെയ്തിട്ട് ടോണേഴ്സ്, സിറംസും ഒക്കെ അതിനുശേഷം യൂസ് ചെയ്യും. അതല്ലാണ്ട് ഒരു റൊട്ടീനിൽ സിറംസ്, ഫേസ് വാഷ് അല്ലെങ്കിൽ ക്രീമിന്റെ ഫോമിൽ ഇത് ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒന്നും ഒരുമിച്ച് യൂസ് ചെയ്യാത്തതാണ് നമ്മുടെ സ്കിന്നിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. സ്കിൻ കെയർ ചെയ്യുന്നത് ബെസ്റ്റ് റിസൾട്ടിന് വേണ്ടിയും സ്കിൻ ബാരിയർ കീപ്പപ്പ് ചെയ്യാനും വേണ്ടിയാണ്. സ്കിൻ ബാരിയർ ഡാമേജ് ആയിട്ട് പിന്നെ നമ്മൾ സ്കിൻ കെയർ ചെയ്തുകൊണ്ട് അർത്ഥമില്ല.
പ്രശ്നവുമില്ല. അതും ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഞാൻ ഈ അസലിക് ആസിഡ് അല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡിൻ്റെയൊക്കെ വീഡിയോ പറഞ്ഞപ്പോൾ ഒരാൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞായിരുന്നു ഇത് അഫോർഡബിൾ അല്ല. കാരണം ഒബ്വിയസ്ലി എനിക്കും അറിയാം എല്ലാ സ്കിൻ കെയർ പ്രൊഡക്ട്സും എല്ലാവർക്കും അഫോർഡബിൾ ആവണം എന്നില്ല. അഫോർഡബിൾ അല്ല. സോ എനിക്ക് സീ ലാബിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സീ ലാബിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. കാരണം അവർ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഇൻഗ്രീഡിയൻ ലിസ്റ്റൊക്കെ ഉള്ള സാധനം. പക്ഷെ പ്രശ്നം എവിടെയാണ് കിടക്കണതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള കോൺസെൻട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ അസിലിക് ആസിഡ് 10% ഉണ്ടാവും. അപ്പം ഈ ഞാൻ അനുവയുടെ വീഡിയോസിൽ പറയുമ്പോഴും അല്ലെങ്കിൽ ടാനിക്സാമിക് ആസിഡിൻ്റെയൊക്കെ വീഡിയോസിൽ പറയുമ്പോഴൊക്കെ ഞാൻ പറയും ഇതെല്ലാം കോൺസെൻട്രേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനൊക്കെ 10% അല്ലെങ്കിൽ 5%, ഇപ്പം അസിലിക് ആസിഡ് 10%, ടാനിക്സാമിക് ആസിഡ് 5% എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം വലിയ കോൺസെൻട്രേഷനാണ്. ഈ വലിയ കോൺസെൻട്രേഷനുള്ള പ്രൊഡക്റ്റ് ഒരു ബിഗിനറാണ് നമ്മളൊരു സ്കിൻ കണ്ടീഷൻ മാറ്റാനായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇത് നമ്മുടെ സ്കിൻ ടോളറേറ്റ് ചെയ്യണം എന്നില്ല. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ് അങ്ങനെ യൂസ് ചെയ്തേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. നമ്മുടെ സ്കിന്നിനെ ഒന്ന് ടൈം ചെയ്യാനായിട്ട്. ലൈക്ക് പെട്ടെന്ന് നമ്മളെല്ലാം കൂടെ കൊടുക്കുമ്പോൾ ഇറിറ്റേഷൻ വരാതെ യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ എന്തെങ്കിലും ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം വിറ്റാമിൻ സി, റെറ്റിനോൾസ് അങ്ങനെ എന്തെങ്കിലും ഒരു ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതവിടെ നിർത്തുക. ഈവൻ നിയാസിനമൈഡ് ഉണ്ടെങ്കിൽ അത് 10% കുറേ നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ യൂസ് ചെയ്യുക. ഇല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നിർത്തി. പുതിയതായിട്ടാണ് നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ നിയാസിനമൈഡ് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഈ സാധനം യൂസ് ചെയ്യുക. അതല്ലാത്ത പക്ഷം നിയാസിനമൈഡ് അല്ല നിങ്ങൾക്ക് ഇതാണ് നിയാസിനമൈഡ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് അസിലിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറാണ്, പിഗ്മെന്റേഷൻ മാറ്റാനാണ് അസിലിക് ആസിഡോ അല്ലെങ്കിൽ ട്രാൻഎക്സാമിക് ആസിഡോ അല്ലെങ്കിൽ എക്സ് സിറം ഏതാണോ നിങ്ങൾ കണ്ടീഷൻ മാറ്റാൻ യൂസ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ സ്റ്റോപ്പ് ദ ആക്റ്റീവ്സ്. നിയാസിനമൈഡ് എന്ന് പറയുന്ന ആക്റ്റീവ്സ് സ്റ്റോപ്പ് ചെയ്യാം. ഹൈലോണിക് ആസിഡ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ നിയാസിനമൈഡ് ആണെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാം. അത് 10% ആണെങ്കിൽ 5% ആണെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങൾ നൈറ്റ് മാത്രം, മോർണിംഗിലാണെങ്കിൽ നിയാസിനമൈഡ് 5% ആണെങ്കിൽ മാത്രം മോർണിംഗിൽ യൂസ് ചെയ്താൽ മതി. 10 ആണെങ്കിൽ മോർണിംഗിൽ പോയി യൂസ് ചെയ്യണം. ദെൻ നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിറം എടുക്കുക. അത് നൈറ്റിൽ മാത്രം അപ്ലൈ ചെയ്യുക. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഫസ്റ്റ് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം നമ്മളെ ഫേസിൽ ഡ്രൈ ആക്കിയ ശേഷം മാത്രം ഫസ്റ്റ് കുറച്ച് നാളത്തേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ കുറച്ച് പെനിട്രേഷൻ പതുക്കെ സ്കിന്നിലോട്ട് പെനിട്രേറ്റ് ചെയ്യും. ഹൈഡ്രേഷൻ കൊടുക്കുന്നതോറും പെനിട്രേഷൻ നല്ല ഡീപ്പിലോട്ട് പോകും എന്നുള്ളത് ഒരു ഫാക്ടറാണ്. സോ ഒന്ന് ഡ്രൈ ആക്കിയ ശേഷം നിങ്ങൾ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സിറം നൈറ്റിൽ യൂസ് ചെയ്യുക. ദെൻ നിങ്ങളുടെ മോയ്സ്ചറൈസർ ഫോളോ അപ്പ് ചെയ്യുക. നല്ല രീതിയിൽ ഹൈഡ്രേഷൻ കൊടുക്കുക. നെക്സ്റ്റ് ഡേ സ്കിപ്പ് ചെയ്യുക. എന്നിട്ട് 2 ദിവസം സ്കിപ്പ് ചെയ്തിട്ട് 3rd ഡേ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് ഒരാഴ്ചയിൽ അപ്പോൾ 2 പ്രാവശ്യം യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് വീക്കിൽ ഒരാഴ്ചയിൽ 2 പ്രാവശ്യം എന്നുള്ളത് 3 പ്രാവശ്യം ആക്കുക. 3rd വീക്കിൽ 3 പ്രാവശ്യം എന്നുള്ളത് 4 ആക്കുക. 4th വീക്കിൽ നമുക്ക് 4 ഡേയ്സിൽ കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. എന്നിട്ട് 5th പിന്നെ കുറച്ച് നാളത്തേക്ക് ഒരു 4 വീക്കിൽ മാത്രമേ യൂസ് ചെയ്യാം. ഒരു 2 വീക്സ് കണ്ടിന്യൂസ് അങ്ങനെ യൂസ് ചെയ്യാം. നമ്മുടെ സ്കിൻ ഒന്ന് ടോളറേറ്റ് ആവും. എന്നിട്ട് എല്ലാ നൈറ്റും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് അങ്ങനെ ചെയ്താൽ മതി. എന്നിട്ടൊരു 3 months ഒന്ന് റിസൾട്ട് ഒന്ന് പ്രോപ്പറായിട്ട് കണ്ടു കിട്ടിയ ശേഷം വേണമെങ്കിൽ മോർണിംഗ് നൈറ്റ് യൂസ് ചെയ്യുക. പക്ഷേ ഞാൻ 10% അസിലിക് ആസിഡാണ്, നൈറ്റിൽ മാത്രം യൂസ് ചെയ്താൽ മതി എന്ന് പറയും. പക്ഷേ നിങ്ങളുടെ മോയ്സ്ചറൈസർ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഈ ഒരു സ്കിൻ ഈ ടൈമിൽ, അതായത് അറ്റ്ലീസ്റ്റ് 3 monthസിലെങ്കിലും പുതിയ ഒരു ടൈപ്പ് സിറംസും സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കാം. അത് അസിലിക് ആസിഡ് ആയിക്കോട്ടെ, നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് സിറം ആയിക്കോട്ടെ, അത് ഹൈ കോൺസെൻട്രേഷനാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു റൊട്ടീൻ ഫോളോ അപ്പ് ചെയ്തിട്ട് പതുക്കെ സ്കിൻ കെയറിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമുക്ക് അധികം ഇറിറ്റേഷൻ ഇല്ലാണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയൊന്നും ചെയ്തു വയ്ക്കുക മതി. കാരണം ഇപ്പം എല്ലാവർക്കും ഒരേ പ്രൊഡക്റ്റ് അഫോർഡബിൾ ആവണം എന്നില്ല. അപ്പോൾ അഫോർഡബിൾ ആവുന്ന പ്രൊഡക്റ്റ് നമ്മുടെ സ്കിൻ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, ഫാർമസി പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ അതിൻ്റെ ഇൻഗ്രീഡിയൻ ലിസ്റ്റ് നോക്കുക. റെറ്റിനോയിൻ, ഹൈഡ്രോക്വിനോയിൻ എന്നൊക്കെ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രൊഡക്ട്സ് വാങ്ങിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇത് സ്ട്രിക്ട്ലി പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷനാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പുതിയതായിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നിൽക്കുകയാണോ, ചിലപ്പോൾ ഞാൻ കണ്ട വീഡിയോ കണ്ടിട്ടായിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഷോപ്പിൽ ചെന്ന പാക്കേജിങ് ഇഷ്ടപ്പെട്ടത് കൊണ്ടോ ആയിരിക്കും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങിക്കേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഞാൻ 5 പോയിന്റ് പറഞ്ഞുതരാം. 1, ഈ പോയിന്റുകളുടെ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. ഒരു 5 ചെക്ക് ലിസ്റ്റാണ്. ഈ ചെക്ക് ലിസ്റ്റിൽ നിങ്ങളുടെ ആൻസർ അനുസരിച്ച് വേണം നിങ്ങൾ പുതിയ പ്രൊഡക്റ്റ് വാങ്ങിക്കാം. 1, ഈ പ്രൊഡക്റ്റിൽ എന്ത് ഇൻഗ്രീഡിയൻ്റ് ആണ് ഉള്ളതെന്ന് നോക്കാം. ഈ ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ സ്കിന്നിന് ആവശ്യമുള്ളതാണോ അല്ലയോ എന്നുള്ളത് നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ എസ് വേണം. അടുത്തത്, ഈ പ്രൊഡക്റ്റ് എന്തോ ആയിക്കോട്ടെ, അത് സിറം ആയിക്കോട്ടെ, മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, സൺസ്ക്രീൻ ആയിട്ട് എൻ്റെ സ്കിൻ ടൈപ്പിന് സൂട്ട് ആയിട്ടുള്ളതാണ്. ഒരുവിധം സിറംസ് ആണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആവും. പക്ഷേ സ്റ്റിൽ ഇപ്പോൾ നമ്മൾ ഡ്രൈ സ്കിൻ ആണെങ്കിൽ സാലിസിലിക് ആസിഡ് പോലുള്ള ഇൻഗ്രീഡിയൻസ് അതൊന്നും പറ്റത്തില്ല. സോ അങ്ങനത്തെ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ യൂസ് ചെയ്യുക, ആ പർട്ടിക്കുലർ ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ സ്കിൻ ടൈപ്പിന് അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സാധനം
പ്രൊഡക്റ്റ് ഏതാണോ ആ എക്സ് പ്രൊഡക്റ്റ് എൻ്റെ സ്കിൻ ടൈപ്പിന് സ്യൂട്ടബിൾ ആവുന്നതാണോ എന്ന് നോക്കാം. അത് എസ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതാണ്, നോ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് ഈ ഇൻഗ്രീഡിയൻറ്റ് എനിക്ക് വേണമെന്ന് നോക്കുക, ആ ഇൻഗ്രീഡിയൻറ്റ് എൻ്റെ സ്കിന്നിന് ആവശ്യമുള്ളതാണോ നോക്കാം. ഇപ്പോൾ രണ്ട് എസ് ആണെങ്കിൽ ഓക്കെ ഫൈൻ അവിടെ വെച്ചോ, നോ ആണെങ്കിൽ അടുത്ത സെക്ഷനിലോട്ട് പോവാം. നോ ഈ രണ്ടിനും ആൻസർ നോ ആണെങ്കിൽ പിന്നെ നമ്മൾ അങ്ങോട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് രണ്ടും എസ് ആണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ് ഈ പ്രൊഡക്റ്റിനെ അട്രാക്ട് ചെയ്തത്, എന്തുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഡക്റ്റിലോട്ട് അട്രാക്ട് ചെയ്തത്? ഇതിൻ്റെ പാക്കേജിങ് ആണോ, അതേ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണോ, അതേ ഇത് പ്രസൻറ്റ് ചെയ്ത രീതിയാണോ, അത് എല്ലാവരും യൂസ് ചെയ്യുന്നതാണോ? ഇതിൻ്റെ പാക്കേജിങ്ങോ, അല്ലെങ്കിൽ ഈ ആൻസർ എസ് ആണെന്നുണ്ടെങ്കിൽ പാക്കേജിങ് ആണ്, അല്ലെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരു പരസ്യം ഇഷ്ടപ്പെട്ടതുകൊണ്ടാണെങ്കിൽ എസ് ആണെങ്കിൽ പ്രൊഡക്റ്റ് വേണ്ട. നോ ആണെങ്കിൽ സ്റ്റിൽ കണ്ടിന്യൂ, ചെക്ക് ലിസ്റ്റിലോട്ട് നമുക്ക് തിരിച്ചു വരാം. അടുത്താണ്, നിങ്ങൾ കറൻ്റ്ലി ഈ പ്രൊഡക്റ്റ് അൽസോ ഈ സ്കിൻ കൺസേണായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ? സ്കിൻ കെയർ ഒരു അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്ത വർക്കിൽ 3 months നമ്മൾ സമയം കൊടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കൊടുക്കുക. അതിൻ്റെ ആൻസർ നോ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിന് ആവശ്യമില്ല. 3 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റിനെ പറ്റി ആലോചിച്ചാൽ മതി. അഞ്ചാമത്തെ, എനിക്ക് ഈ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് വേണം, എൻ്റെ ഈ സ്കിൻ കൺസേൺ ഈ പ്രൊഡക്റ്റ് വേണം എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് എൻ്റെ കൺസേൺ മാറും. കാരണം ഭയങ്കര സിവിയർ ആയിട്ടുള്ള ആക്നെയോ ഭയങ്കര സിവിയർ ആയിട്ടുള്ള പിഗ്മെൻറ്റേഷനോ ഒക്കെയാണ്. ഞാൻ കുറേ കാലമായിട്ട് കുറേ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ പ്രൊഡക്റ്റ് കൊണ്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാനാണെങ്കിൽ ട്രൈ ചെയ്യുന്നേക്കാളും നല്ലത്. കാരണം കുറേ നാളായിട്ട് ഒരു വർഷമായിട്ടൊക്കെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഒരു വ്യത്യാസമേ മൈനസ് വ്യത്യാസമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിനേക്കാളും നല്ലതൊരു ഡോക്ടർ അല്ലേ എന്നും കൂടെ ഒന്ന് ചിന്തിച്ചു നോക്കാം. എന്നിട്ട് ഇതിൻ്റെയൊക്കെ ആൻസർ മനസ്സിലാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതാണ് നല്ലത്. അല്ലാണ്ട് നമ്മൾ ഓവർ കൺസ്യൂം ചെയ്തിട്ട് നമ്മുടെ പൈസ കളഞ്ഞിട്ട് നമ്മുടെ സ്കിൻ കെയർ ഷെൽഫ് ക്ലട്ടർ ചെയ്തിട്ടൊന്നും നമുക്ക് ബെനിഫിറ്റ് ഇല്ല. നമുക്ക് ആവശ്യമുള്ളതാണ് എപ്പോഴും സ്കിൻ കെയർ സിമ്പിളാക്കുക. സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് വാങ്ങിക്കാനായിട്ട് നിൽക്കുക. എന്നെ പോലെയുള്ള എൻ്റെ കണ്ടംപററി കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ജോലി എന്ന് വെച്ചാൽ ഇങ്ങനെ സാധനം ഉണ്ട് എന്ന് നിങ്ങൾ അറിയിക്കേണ്ട ഒരു ജോലിയുള്ളൂ. പക്ഷെ അറിഞ്ഞ സാധനം വേണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കേണ്ടത് നിങ്ങളാണ്. ഓക്കെ, എനിക്കതിൻ്റെ പ്രോസ് പറഞ്ഞുതരാം, കോൺസ് പറഞ്ഞുതരാം. അതുപോലെ ഈ പ്രൊഡക്റ്റ് വേണോ വേണ്ടയോ എന്നുള്ളത് ചിന്തിക്കുക എനിക്ക് ഓരോരുത്തരെ എടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം, എന്നിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അവിടെയാണ് നമ്മുടെ ബുദ്ധി കിടക്കുന്നത്. അപ്പം അല്ലാതെ നമ്മൾ വെറുതെ കണ്ണിക്കണ്ട സാധനങ്ങളെല്ലാം വാങ്ങി നമ്മുടെ മുഖത്തിട്ടിട്ട് നമുക്ക് റിസൾട്ടും കിട്ടില്ല, നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ് ആയി നമ്മൾ ഈ ആൾക്കാരെല്ലാം ചീത്തയും വിളിക്കണം, സ്ട്രെസ്സും അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അതിനേക്കാളും നല്ലതില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക. ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസിനെയൊക്കെ ഒന്ന് ആൻസർ ചെയ്തിട്ട് സാധനം വാങ്ങിക്കുന്നത്. സോ ഈ ടിപ്പ് ഇഷ്ടമായാൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സോ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ 3 ക്വസ്റ്റ്യൻ ആൻസറാണ് ഞാൻ Q&A പറഞ്ഞത്. പെട്ടെന്നൊക്കെ നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ട 3 ക്വസ്റ്റ്യനാണ് ഞാൻ ചെയ്തത്. അതല്ലാണ്ട് ഞാൻ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങളത് മിസ്സായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ലോങ് ആയിട്ടോ ഷോർട്ടായിട്ടോ ഒക്കെ ഞാൻ ചെയ്തു തരുന്നതാണ്. അല്ലാണ്ട് പേഴ്സണലായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കണമെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് DM ചെയ്താൽ മതി. ഞാൻ ഡെഫിനറ്റ്ലി ആൻസർ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. ഇന്ന് ചെയ്തില്ലെങ്കിൽ ഞാൻ നാളെ ഡെഫിനറ്റ്ലി ചെയ്യും എന്നുള്ളത് നിങ്ങൾ മറക്കണ്ട. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കണം. ഇതുപോലത്തെ സ്കിൻ കെയർ ആൻഡ് ഹെയർ കെയർ വീഡിയോ ആയിട്ട് എല്ലാ ട്യൂസ്ഡേയും തേഴ്സ്ഡേ സൺഡേസിലും വരുന്നത്. ഇറ്റ്സ് ലക്ഷ്മി സൈനിങ്.